വിഴിഞ്ഞം ബാറിൽ വെച്ച് രണ്ട് സഹോദരങ്ങൾ ചേർന്ന് സുമൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. പക്ഷേ ആ ബാറിലെ ജീവനക്കാരും നാട്ടുകാരുമൊക്കെ അത് നോക്കി നിന്നതല്ലാതെ, മൊബൈൽ ഫോണിൽ പകർത്തിയതല്ലാതെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടന്നില്ല. അദ്ദേഹം ആ നടു റോഡിൽ മർദ്ദനമേറ്റ് ആരോരുമില്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ചൊവ്വര സ്വദേശിയായ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ കിടന്ന തൻ്റെ അച്ഛന് എന്തോ ഭക്ഷണമായിട്ട് പോകുന്ന വഴിക്ക്, രാത്രിയാണ് സംഭവം, പോയിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങോട്ടാണ് ഈ നടു റോഡിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കാണുകയുണ്ടായി. തൻ്റെ വണ്ടിയോ മറ്റേ ദേഹത്ത് തട്ടിയോ എന്നുള്ള സംശയത്തിൽ അവസാനം അടുത്ത് വരുമ്പോഴല്ലേ നമ്മളൊരാൾ റോഡിൽ കിടക്കുന്നത് കാണുള്ളൂ. ആ കണ്ട് മുന്നോട്ട് പോയ വണ്ടി തിരികെ എടുത്ത് വന്ന് ഈ ചെറുപ്പക്കാരനെ പരിശോധിക്കുകയും അവിടെയുള്ള ബാറിലെ ജീവനക്കാരോട് സഹായം അഭ്യർത്ഥിച്ചു വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി. പക്ഷേ ആരും ഒന്നും കയറ്റാനോ ഒന്നും നിന്നില്ല. അവസാനം ഈ അഭിലാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോലീസ് കൺട്രോൾ റൂമിൽ പറഞ്ഞു. പോലീസുകാരെത്തി, അതുപോലെ തന്നെ തൻ്റെ ഒരു സുഹൃത്തിനെയും വിളിച്ചു വരുത്തി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വിഴിഞ്ഞം ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അഭിലാഷിനെ ഈ വണ്ടി തട്ടിയതാണെന്നുള്ള സംശയത്തിൽ പോലീസ് സ്റ്റേഷനിൽ വളരെ സമയം ഇരുത്തുകയുണ്ടായി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വണ്ടി തട്ടിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ തലയിലെ രക്തക്കൊഴലുകൾ തകർന്നു, കഴുത്തിൻ്റെ എല്ലൊടിഞ്ഞു, പിന്നെ വാരിയെല്ലുകൾ തകർന്ന് പിന്നെ ശ്വാസകോശത്തിലേക്ക് കയറി. ഇതൊക്കെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അങ്ങനെ അഭിലാഷിനെ വിട്ടയച്ചു. ഈ അച്ചു, അനന്തു എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ ചേർന്നാണ് ഈ സുമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് തല്ലിയും ചവിട്ടിയും ഒക്കെ തൊഴിച്ചും കൊന്നത്. ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ബാറിലെ ജീവനക്കാരടക്കം ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയതല്ലാതെ രക്ഷപ്പെടുത്താനോ അവരെ ഒന്ന് പറഞ്ഞു വിടാനോ ഒന്നും ഇതിൽ ഇടപെടുകയോ ഒന്നും ചെയ്തില്ല. ഈ അഭിലാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇതിൽ കാര്യമായ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പുറംലോകം അറിഞ്ഞതും പിന്നെ പ്രതികളെ പിടികൂടാൻ സാധിച്ചതും. കേരളത്തിൽ ഇപ്പോഴും മനസാക്ഷിയുള്ള ചെറുപ്പക്കാർ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വിഴിഞ്ഞം ചൊവ്വര സ്വദേശിയായ അഭിലാഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അഭിലാഷിന് എല്ലാവിധ ആശംസകളും കേരളത്തിൻ്റെ മൊത്തം നന്ദിയും അറിയിക്കുന്നു.